സോ ഇനി എയർക്രാഫ്റ്റ് റെഫ്രിജറേഷനിൽ തന്നെ ഒരു സെക്കൻഡ് ടൈപ്പ് ഓഫ് പ്രോബ്ലം നോക്കുന്നത് ബൂട്ട് സ്ട്രാപ്പിൻ്റെ ഇവോപ്പറേറ്റീവ് സിസ്റ്റത്തിൻ്റെ ഒരു പ്രോബ്ലമാണ്. ഓക്കെ, ബൂട്ട് സ്ട്രാപ്പ് റെഫ്രിജറേഷൻ്റെ തന്നെ ഇവോപ്പറേറ്റീവ് സിസ്റ്റം. നമുക്കറിയാം ബൂട്ട് സ്ട്രാപ്പ് സിസ്റ്റം വരുമ്പോഴത്തേക്കും we have the atmospheric air acting on the compressor, creating the ramming action. Then ramming കഴിഞ്ഞിട്ടുള്ള എയർ ആണ് നമ്മുടെ കംപ്രസറിൽ എൻ്റർ ചെയ്യുന്നത്. കംപ്രസറിൽ നിന്ന് ഔട്ട് വരുന്ന എയറിൽ കംപ്രഷൻ ചേമ്പറിലേക്ക് പോയി റിമൈനിങ് പോർഷൻ ഓഫ് എയർ ആണ് നമ്മൾ എയർ കണ്ടീഷന് വേണ്ടി യൂസ് ചെയ്യുന്നത്. ഓക്കെ, ഈ എയർ കണ്ടീഷന് വേണ്ടി യൂസ് ചെയ്യുന്ന എയർ നമ്മൾ ആദ്യമേ ഒരു പ്രൈമറി ഹീറ്റ് എക്സ്ചേഞ്ചർ വഴി പാസ് ചെയ്യും. ആ പ്രൈമറി ഹീറ്റ് എക്സ്ചേഞ്ചറിൽ നമ്മൾ കൂൾ ചെയ്യാൻ വേണ്ടി യൂസ് ചെയ്യുന്ന ലിക്വിഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ റാം എയർ തന്നെയാണ്. ഓക്കെ, റാം എയറിൻ്റെ ടെമ്പറേച്ചർ യൂസ് ചെയ്ത് വർക്ക് ചെയ്യുന്ന ഒരു ഹീറ്റ് എക്സ്ചേഞ്ചർ യൂസ് ചെയ്തിട്ടായിരിക്കും നമ്മുടെ ഫസ്റ്റ് ഹീറ്റ് എക്സ്ചേഞ്ചർ റൺ ചെയ്യുന്നത്. ദെൻ നമ്മൾ ഈ കൊടുക്കുന്ന ലിക്വിഡ് നമ്മൾ എന്ത് ചെയ്യും, സെക്കൻഡ് സ്റ്റേജിൽ വരുമ്പോഴത്തേക്കും നമ്മൾ വീണ്ടും ഒന്നും കൂടെ കംപ്രസ് ചെയ്യും അല്ലേ. അതിനൊരു കംപ്രസറിലേക്ക് ഡയറക്റ്റ് ചെയ്യും. ദെൻ കംപ്രസറിൻ്റെ ഔട്ട്ലെറ്റ് ആയിരിക്കും നമ്മൾ വീണ്ടും നമ്മുടെ സെക്കൻഡ് ഹീറ്റ് എക്സ്ചേഞ്ചറിലേക്ക് കൊടുക്കുന്നത്. സെക്കൻഡ് ഹീറ്റ് എക്സ്ചേഞ്ചറിലും നമ്മൾ കൂൾ ഡൗൺ ചെയ്യാൻ വേണ്ടി യൂസ് ചെയ്യുന്നത് റാം എയർ തന്നെയാണ്. ദെൻ ഇതിൻ്റെ ഔട്ട്ലെറ്റ് നമ്മൾ കൂളിംഗ് ടർബൈനിലോട്ട് കൊടുക്കും. എന്നാണ് സിമ്പിൾ ബൂട്ട് സ്ട്രാപ്പ് സിസ്റ്റം വരുന്നത്. ബൂട്ട് സ്ട്രാപ്പിൻ്റെ ഇവോപ്പറേറ്റീവ് സിസ്റ്റം വരുമ്പോഴത്തേക്കും നമുക്കിവിടെ വീണ്ടും മൂന്നാമത് ഒരു ഹീറ്റ് എക്സ്ചേഞ്ചർ കൂടെ കാണും. നമ്മൾ ആദ്യമേ സിമ്പിൾ എയർക്രാഫ്റ്റിൻ്റെ കേസിലൊക്കെ പറഞ്ഞ പോലത്തെ ഒരു ലിക്വിഡ് നൈട്രജൻ ഹീറ്റ് എക്സ്ചേഞ്ചർ ആയിരിക്കും അവിടെ യൂസ് ചെയ്യുന്നത്. വേറെ അതൊരു സ്റ്റോർ ചെയ്ത് വെച്ചിരിക്കുന്ന ഒരു ലോ ടെമ്പറേച്ചർ ലിക്വിഡ് കാണും. ആ ലിക്വിഡിൻ്റെ ടെമ്പറേച്ചർ യൂസ് ചെയ്തായിരിക്കും മൂന്നാമത്തെ ലെവലിൽ കൂളിംഗ് നടക്കുന്നത്. അതിൽ തേർഡ് പോർഷനാണ് നമ്മൾ ഇവോപ്പറേറ്റീവ് ആയിട്ടുള്ള ഒരു തേർഡ് കൂളിംഗ് ആയിട്ട് പറയുന്നത്. ഇതിൻ്റെ ഔട്ട്ലെറ്റ് ആയിരിക്കും നമ്മൾ കൂളിംഗ് ടർബൈനിൽ കൊടുക്കുന്നത്. ആ കൂളിംഗ് ടർബൈൻ്റെ പവർ യൂസ് ചെയ്തായിരിക്കും ഈ കംപ്രസർ റൺ ചെയ്യുന്നത്. നമ്മൾ നേരത്തെ ബൂട്ട് സ്ട്രാപ്പ് സിസ്റ്റം നോക്കിയ ബാക്കി കമ്പോണൻസ് എല്ലാം സെയിം തന്നെയാണ്. ആകെ എക്സ്ട്രാ ആയിട്ട് വരുന്നത് ഈ ഒരു ഇവോപ്പറേറ്റീവ് സിസ്റ്റം കൂടിയാണ്. സോ ഇങ്ങനൊരു സിസ്റ്റം വരുമ്പോഴത്തേക്കുള്ളൊരു പ്രോബ്ലമാണ് അടുത്ത് നമ്മൾ നോക്കുന്നത്. ഫസ്റ്റ് ഇങ്ങനെയാണ്: എ ബൂട്ട് സ്ട്രാപ്പ് ഇവോപ്പറേറ്റീവ് എയർ റെഫ്രിജറേഷൻ സിസ്റ്റം ഈസ് യൂസ്ഡ് ഫോർ ആൻ എയർപ്ലെയിൻ ടു ടേക്ക് 20 tons of refrigeration. 20 ton refrigeration and the capacity. Then the ambient conditions are -10 degrees Celsius and 0.5 bar. Ambient condition ആണ് പറഞ്ഞിരിക്കുന്നത്. അതായത് T1 is equal to -10 degrees Celsius and P1 is equal to 0.5 bar. Okay. Then the speed of the plane is 1.3 Mach. പ്ലെയിൻ്റെ സ്പീഡ് പറഞ്ഞിട്ടുണ്ട്, വെലോസിറ്റി 1.3 Mach എന്നുള്ളത്. അതിൻ്റെ ആവശ്യം വരുമോ ഇല്ല എന്നുള്ളത് നമുക്ക് പ്രോബ്ലം ചെയ്തിരുമ്പോഴത്തേക്ക് അറിയാൻ പറ്റും. ദെൻ ദ പ്രഷർ ഓഫ് എയർ ബ്ലഡ് ഓഫ് മെയിൻ കംപ്രസർ ഈസ് 4 bar. മെയിൻ കംപ്രസറിൻ്റെ ഔട്ട് വരുമ്പോൾ ഉള്ള പ്രഷറാണ് അടുത്ത പറഞ്ഞിരിക്കുന്നത്. അതായത് റാം എയറിൻ്റെ പ്രഷർ ഇവിടെ പറഞ്ഞിട്ടില്ല. സോ ദിസ് ഈസ് 1, 2 ആൻഡ് 3 എന്ന് പറയുന്ന കണ്ടീഷനാണ് അടുത്ത പറഞ്ഞിരിക്കുന്നത്. എന്തൊക്കെയാണ് പറഞ്ഞിരിക്കുന്നത്? പ്രഷർ ഓഫ് എയർ ബ്ലഡ് ഓഫ് ഫ്രം ദി മെയിൻ കംപ്രസർ ഈസ് 4 bar. P3യുടെ വാല്യൂ ആണ് 4 bar എന്ന് പറഞ്ഞിരിക്കുന്നത്. ആൻഡ് ഇറ്റ് ഈസ് ദെൻ ഫർദർ കംപ്രസ്ഡ് ഇൻ ദി സെക്കൻഡറി കംപ്രസർ ടു 5 bar. ഓക്കെ, സോ 3 കഴിഞ്ഞ് ഹീറ്റ് എക്സ്ചേഞ്ചർ കഴിഞ്ഞുള്ള പോയിൻറ്റ് 4, അത് കഴിഞ്ഞ് സെക്കൻഡ് കംപ്രസറിൻ്റെ പോയിൻറ്റ് 5. അപ്പോൾ സെക്കൻഡ് കംപ്രസറിൻ്റെ ഔട്ട്ലെറ്റ് വാല്യൂ ആണ് പറഞ്ഞേക്കുന്നത് P5 is equal to 5 bar. ഓക്കെ, ദെൻ ദ ഇൻറ്റേർണൽ എഫിഷ്യൻസി ഓഫ് main compressor is 90%. The internal efficiency of the main compressor is 90%. അതായത് efficiency of compressor 1 90%, secondary compressor efficiency compressor 2 എന്ന് പറയുന്നത് 80% ആണ്. ഓക്കെ, ദെൻ കൂളിംഗ് ടർബൈൻ്റെ എഫിഷ്യൻസി ടർബൈൻ പറഞ്ഞിരിക്കുന്നത് അഗെയിൻ 80% തന്നെയാണ്. ദെൻ ഹീറ്റ് എക്സ്ചേഞ്ചർ എഫക്റ്റീവ്നെസ് ഓഫ് പ്രൈമറി റാം എയർ ഹീറ്റ് എക്സ്ചേഞ്ചർ. ഫസ്റ്റ് റാം എയർ ഹീറ്റ് എക്സ്ചേഞ്ചറിൻ്റെ എഫക്റ്റീവ്നെസ് E1 വാല്യൂ പറഞ്ഞിരിക്കുന്നത് 0.4 ആണ്.
അതുപോലെ തന്നെ E2 സെക്കൻഡറി ഹീറ്റ് എക്സ്ചേഞ്ചറിൻ്റെ വാല്യൂ 0.4 തന്നെയാണ് പറഞ്ഞിരിക്കുന്നത്. ദെൻ ദ എയർ ഈസ് ഫർദർ കൂൾഡ് ഇൻ ഇവോപ്പറേറ്റർ ടു 100 ഡിഗ്രി സെൽഷ്യസ്. ഓക്കെ, അതായത് ഇവിടെ നമ്മൾ 5 പറഞ്ഞു, ദെൻ കംപ്രസർ ഔട്ട്ലെറ്റ് കഴിഞ്ഞ് 6, ദെൻ 7. ഓക്കെ, ഈ മൂന്നാമത് വരുന്ന ഇവോപ്പറേറ്റീവ് കംപ്രസറിൽ ഇറ്റ് ഈസ് ഫർദർ കൂൾഡ് ടു 100 ഡിഗ്രി സെൽഷ്യസ്, അതായത് 7 എന്ന് പറയുന്ന കണ്ടീഷൻ. T7ലെ ടെമ്പറേച്ചറാണ് പറഞ്ഞിരിക്കുന്നത് 100 ഡിഗ്രി സെൽഷ്യസ് എന്ന്. ഓക്കെ, ദെൻ ദ റാമിംഗ് എഫിഷ്യൻസി ഈസ് അസ്യൂംഡ് ആസ് 90%. റാമിങ്ങിന് ശേഷമുള്ള പ്രഷറും ടെമ്പറേച്ചറൊന്നും പറഞ്ഞിട്ടില്ല, പകരം ഒരു എഫിഷ്യൻസിയുടെ ടേമിലാണ് പറഞ്ഞേക്കുന്നത്. അതിൻ്റെ റാമിങ്ങിൻ്റെ എഫിഷ്യൻസി 90% ആണെന്നുള്ളത്. എഫിഷ്യൻസി ഓഫ് റാമിംഗ് ഇസ് ഈക്വൽ ടു 90%. ഓക്കെ, ദെൻ വേറെന്താ പറഞ്ഞിട്ടുള്ളത്? ഓക്കെ, അസ്യൂം ദ വാല്യൂ ഓഫ് ഗാമ ഇസ് ഈക്വൽ ടു 1.4 ആൻഡ് CP is equal to 1 kilojoules per kilogram Kelvin. Then ലാസ്റ്റ് നമ്മുടെ ഡിസൈൻ കണ്ടീഷൻ, ക്യാബിൻ കണ്ടീഷൻ പറഞ്ഞിരിക്കുന്നത്, ഞാനിപ്പോൾ അത് നമ്പർ മാർക്ക് ചെയ്യുന്നില്ല, പകരം ക്യാബിൻ കണ്ടീഷൻ എന്ന് എഴുതാം. ക്യാബിൻ കണ്ടീഷൻസ് ഇസ് ഈക്വൽ ടു 25 ഡിഗ്രി സെൽഷ്യസ് ആൻഡ് 1 ബാർ പ്രഷർ. ഓക്കെ, സോ ഇത്രയാണ് ക്വസ്റ്റ്യനിൽ പറഞ്ഞിരിക്കുന്ന ഡേറ്റ. ദെൻ ചോദിച്ചിരിക്കുന്നത് ഡിറ്റർമിൻ ദി മാസ് ഫ്ലോ റേറ്റ് ഫ്രം ദി കംപ്രസർ, ദെൻ മെയിൻ കംപ്രസർ പവർ യൂസ്ഡ് ഫോർ റെഫ്രിജറേഷൻ, മൂന്നാമത് COP ഓഫ് സിസ്റ്റം. ഇത്രയും കാര്യങ്ങളാണ് ക്വസ്റ്റ്യനിൽ ചോദിച്ചേക്കുന്നത്. നമ്മൾ നേരത്തെ ബൂട്ട് സ്ട്രാപ്പിൻ്റെ കേസിൽ ചെയ്ത പോലെ തന്നെ ആദ്യം നമുക്കിതിൻ്റെ ടെമ്പറേച്ചർ എൻട്രോപ്പി ഡയഗ്രാം വരിക. ടെമ്പറേച്ചർ എൻട്രോപ്പി ഡയഗ്രാം. സോ ഏറ്റവും താഴെ നമുക്ക് അറ്റ്മോസ്ഫിയറിക് പ്രഷർ, രണ്ടാമതായി റാമിങ്ങിൻ്റെ പ്രഷർ വരും, ദെൻ വി വിൽ ഹാവ് ദി മെയിൻ കംപ്രസർ പ്രഷർ, ദെൻ ഇവിടെ ഇപ്പം ബൂട്ട് സ്ട്രാപ്പ് ആയതുകൊണ്ട് ഒരു സെക്കൻഡറി കംപ്രസറും കൂടെ വരും. സോ വിൽ ഹാവ് വൺ മോർ പ്രഷർ ലൈൻ, സെക്കൻഡറി ഓർ ഓക്സിലറി കംപ്രസർ. ഓക്കെ, ദെൻ ഫൈനലി നമ്മുടെ ക്യാബിൻ കണ്ടീഷൻസ്. ക്യാബിൻ കണ്ടീഷൻ എന്ന് പറഞ്ഞിട്ട് ഞാൻ പ്രഷർ ലൈൻ ഇപ്പം വെറുതെ മാർക്ക് ചെയ്തിട്ടുള്ളൂ. ചിലപ്പോൾ അത് മെയിൻ കംപ്രസറിൻ്റെ റാമിയറിൻ്റെ താഴോട്ട് വരാം, അല്ലെങ്കിൽ ഈ ഡിസ്റ്റൻസ് എന്ന് പറയുന്നത് ആ പ്രഷറിൻ്റെ വാല്യൂവിനെ ഡിപ്പെൻഡ് ചെയ്തിരിക്കും. ഓക്കെ, സോ ഇനി ഓരോ പ്രോസസ്സുകളായിട്ട്. ഫസ്റ്റ് അറ്റ്മോസ്ഫിയറിക് കണ്ടീഷനിൽ നിന്ന് റാമിംഗ് ആക്ഷൻ വഴി 2 എന്ന് പറയുന്ന പ്രോസസ്സിലെത്തും. നമ്മൾ നോർമലി പറയാറുള്ളത് 1 to 2 എന്ന് പറയുന്ന റാമിംഗ് പ്രോസസ്സ് കംപ്ലീറ്റ്ലി ഐസെൻട്രോപ്പിക് ആണെന്നാണ് പറയുന്നത്. പക്ഷേ ഇവിടുത്തെ ക്വസ്റ്റ്യനിൽ ഒരു റാമിംഗ് എഫിഷ്യൻസി പറയുന്നുണ്ട്. റാമിംഗ് എഫിഷ്യൻസി ഓഫ് 90% എന്ന് പറയുന്നുണ്ട്. ദാറ്റ് മീൻസ് 1 to 2 ആയിരിക്കില്ല പോയിന്റ്, ദെയർ വിൽ ബി എ ഡീവിയേഷൻ. സോ ആ ഡീവിയേഷൻ വരുന്ന പോയിന്റ് ഞാനിങ്ങനെ മാർക്ക് ചെയ്യുന്നു, 1 to 2 ഡാഷ്. ഓക്കെ, സോ അടുത്ത് നമ്മൾ കംപ്രസറിൻ്റെ ഇൻലെറ്റ് സ്റ്റാർട്ട് ചെയ്യാനുള്ളത് ഈ 2 ഡാഷിൽ നിന്നാണ്. ദെൻ റാമിങ്ങിൻ്റെ പ്രഷർ പറഞ്ഞിട്ടില്ല. ഓക്കെ, അറ്റ്മോസ്ഫിയർ പ്രഷർ ക്വസ്റ്റ്യനിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു, എത്രയായിരുന്നു? 0.5 ബാർ, 0.5 ബാർ പറഞ്ഞിട്ടുണ്ട്. റാമിങ്ങിൻ്റെ പ്രഷർ പറഞ്ഞിട്ടില്ല, നമുക്ക് കണ്ടുപിടിക്കാൻ പറ്റും. ദെൻ അടുത്ത മെയിൻ കംപ്രസറിലെ പ്രഷർ പറഞ്ഞേക്കുന്നത് എത്രയായിരുന്നു? 4 ബാർ. ഓക്കെ, സോ ഫ്രം 2 ഡാഷ് 2 ഡാഷിൽ നിന്ന് ഓക്കെ 3 എന്ന് പറയുന്ന പോയിന്റ് വരാം. എഗെയിൻ അവിടെയും ഐസെൻട്രോപ്പിക് എഫിഷ്യൻസി ഓഫ് ദി കംപ്രസർ പറഞ്ഞിട്ടുണ്ട്. സോ വീണ്ടും നമുക്ക് അവിടെയും ഐസെൻട്രോപ്പിക് പ്രോസസ്സ് മാറി ഡീവിയേറ്റ് ചെയ്ത് 3 ഡാഷിനൊരു സെക്കൻഡറി പോയിന്റ് വരും. ദെൻ 3 അല്ലെങ്കിൽ 3 ഡാഷ് എന്ന് പറയുന്ന കണ്ടീഷൻ തൊട്ട് 4 വരെ ഉള്ളത് ഫസ്റ്റ് ഹീറ്റ് എക്സ്ചേഞ്ചറാണ്. സോ ഇങ്ങനെ നമുക്ക് ആ ഹീറ്റ് എക്സ്ചേഞ്ചറിൻ്റെ പോയിന്റ് മാർക്ക് ചെയ്യാം. സോ 1, 2 ഡാഷ്, 3 ഡാഷ്, 4. ദെൻ 4 to 5 നമ്മുടെ സെക്കൻഡറി കംപ്രസർ. അവിടെയും നമുക്ക് സെക്കൻഡറി കംപ്രസറിൻ്റെ കേസിലും എഫിഷ്യൻസി വാല്യൂ പറഞ്ഞിട്ടുണ്ട്. സോ ദെർ വിൽ ബി ഡീവിയേഷൻ 5 ഡാഷ് ആയിരിക്കും നമ്മുടെ ഫൈനൽ പോയിന്റ്. ഓക്കെ, ദെൻ സെക്കൻഡറി കംപ്രസർ കഴിഞ്ഞാൽ അടുത്ത് എന്തുള്ളത്? സെക്കൻഡറി ഹീറ്റ് എക്സ്ചേഞ്ചറാണ് യൂസിങ് ദ റാം എയർ. സോ ഫ്രം 5 ഡാഷ് ടു 6 വരെയുള്ള അടുത്ത സെക്കൻഡ് ഹീറ്റ് എക്സ്ചേഞ്ചർ പ്രോസസ്സ്. നോർമൽ അല്ലെങ്കിൽ സിമ്പിൾ ബൂട്ട് സ്ട്രാപ്പ് സിസ്റ്റം ആയിരുന്നുണ്ടെങ്കിൽ നമ്മൾ ഈ 6 എന്ന് പറയുന്ന കണ്ടീഷനിൽ നിന്ന് നേരെ ക്യാബിൻ കണ്ടീഷനിലോട്ട് ഡ്രോപ്പ് ചെയ്താൽ മതിയായിരുന്നു. പക്ഷേ ഇവിടെ ഒരു ഇവാപ്പറേറ്റ് ഹീറ്റ് എക്സ്ചേഞ്ചർ കൂടെ എക്സ്ട്രാ ആയിട്ട് ആഡ് ചെയ്തിട്ടുണ്ട് അല്ലേ? അപ്പം അതും കൂടെ മാർക്ക് ചെയ്യണം. ആ ഇവാപ്പറേറ്റ് ഹീറ്റ് എക്സ്ചേഞ്ചറിനകത്ത് ശരിക്കും ടെമ്പറേച്ചർ ഡ്രോപ്പ് മാത്രമേ സംഭവിക്കുന്നുള്ളൂ, പ്രഷറിന് ചേഞ്ച് ഒന്നും വരുന്നില്ല. അതായത്
നമ്മൾ സെക്കൻഡറി കംപ്രസറിന് പറഞ്ഞേക്കുന്ന പ്രഷർ ലൈൻ ഏതാണോ ആ സെയിം പ്രഷർ ലൈനിൽ തന്നെയായിരിക്കും അടുത്ത ഇവോപ്പറേറ്റീവ് കൂളിംഗ് നടക്കുന്നത്, അല്ലെങ്കിൽ ആ ഇവോപ്പറേറ്റീവ് ഹീറ്റ് എക്സ്ചേഞ്ചർ ഓപ്പറേറ്റ് ചെയ്യുന്നത്. ഓക്കെ, അപ്പോൾ അതുകൊണ്ടാണ് ഞാൻ 6 കഴിഞ്ഞ് വീണ്ടും ഒരു പോയിൻ്റ് കൊണ്ട് ഡിഫൈൻ ചെയ്യുന്നു 7. ഓക്കെ, ആ ഇവോപ്പറേറ്റീവ് ഹീറ്റ് എക്സ്ചേഞ്ചറിൻ്റെ ഔട്ട്ലെറ്റിലെ ടെമ്പറേച്ചറാണ് ക്വസ്റ്റ്യനിൽ 100 ഡിഗ്രി സെൽഷ്യസ് എന്ന് പറഞ്ഞേക്കുന്നത്. ദ എയർ ഈസ് ഫർദർ കൂൾഡ് ഇൻ ഇവോപ്പറേറ്റർ ടു 100 ഡിഗ്രി സെൽഷ്യസ് എന്ന് പറയുന്നത്. അതായത് 7 എന്ന് പറയുന്ന പോയിന്റിന് കറസ്പോണ്ടിങ് ആയിട്ടുള്ള ടെമ്പറേച്ചറാണ് 100 ഡിഗ്രി സെൽഷ്യസ്. കെൽവിനിലോട്ട് കൺവേർട്ട് ചെയ്യുമ്പോഴത്തേക്കും 373 കെൽവിൻ എന്ന് വരും. ഓക്കെ, ദെൻ 7 to 8 ആയിരിക്കും കൂളിംഗ് ടർബൈൻ്റെ ഔട്ട്ലെറ്റ് എന്ന് പറയുന്നത്. കൂളിംഗ് ടർബൈൻ്റെ ഔട്ട്ലെറ്റിലെ പ്രഷർ 1 ബാർ തന്നെയായിരിക്കും. 1 ബാർ എന്ന പ്രഷർ തന്നെയായിരിക്കും ക്യാബിൻ്റെ ഔട്ട്ലെറ്റിൽ വരുന്ന പ്രഷർ വാല്യൂ. ദെൻ ടെമ്പറേച്ചർ വാല്യൂ 25 ഡിഗ്രി സെൽഷ്യസ്. നമുക്കിവിടെ പ്രോബ്ലം ചെയ്ത് വരുമ്പോഴത്തേക്കും ഈ കിട്ടുന്നത് 25 ഡിഗ്രി സെൽഷ്യസിന് കറസ്പോണ്ടിങ് ആയിട്ടുള്ള വാല്യൂ ആയിരിക്കില്ല. അവിടെ നിന്നും 25 ഡിഗ്രി സെൽഷ്യസ് വരെ നമ്മളതിന് വീണ്ടും റീഹീറ്റ് ചെയ്തായിരിക്കും ക്യാബിനിലോട്ട് സപ്ലൈ ചെയ്യുന്നത്. ഓക്കെ, സോ 8 കഴിഞ്ഞ് ഒരു പോയിൻറ്റും കൂടെ 9 എന്നൊരു പോയിൻറ്റും കൂടെ നമുക്ക് എക്സ്ട്രാ ആയിട്ട് വരും. വൺ മോർ തിങ്, ഇവിടുത്തെ എക്സ്പാൻഷൻ പ്രോസസ്സും ഐസെൻട്രോപ്പിക് ആണെന്ന് പറയുന്നില്ല. അവിടെ ഒരു എഫിഷ്യൻസിയുടെ ടൈം വരുന്നുണ്ട്. 80% മാത്രമേ എഫിഷ്യൻസി ഉള്ളൂ. സോ ഇവിടെയും ഒരു ഡീവിയേഷൻ വന്ന് നമുക്ക് 8' എന്നൊരു പോയിന്റ് കിട്ടും. ഓക്കെ, ദെൻ 8' to 9 കഴിഞ്ഞ് 9 ആയിരിക്കും നമ്മുടെ ആക്ച്വൽ ആയിട്ടുള്ള ക്യാബിനിലെ കണ്ടീഷൻസ്. സോ ആ ഒരു ടി എസ് ഡയഗ്രത്തിൻ്റെ ആദ്യത്തെ പോർഷൻ ഒരിക്കലൂടെ വരയ്ക്കാം. ദി ആംബിയൻ കണ്ടീഷൻസ് ക്വസ്റ്റ്യനിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു അറ്റ് 0.5 ബാർ ആൻഡ് സെക്കൻഡ് ദ റാമിംഗ് പ്രോസസ്സിന് കറസ്പോണ്ടിങ് ആയിട്ടുള്ള പ്രഷർ, അതിൻ്റെ പ്രഷർ ഓർ ടെമ്പറേച്ചർ വാല്യൂ രണ്ടും തന്നിട്ടില്ല. പകരം ആകെ തന്നിട്ടുള്ളത് അതിൻ്റെ ഒരു എഫിഷ്യൻസി വാല്യൂ മാത്രമാണ്. ഓക്കെ, സോ ഇഫ് എയ്തർ പ്രഷർ അല്ലെങ്കിൽ ടെമ്പറേച്ചർ ഏതെങ്കിലും ഒരു വേരിയബിൾ നമുക്ക് അറിയായിരുന്നുവെങ്കിൽ, ആംബിയൻ്റെ രണ്ടും അറിയാം, റാമിങ്ങിൻ്റെ പ്രഷർ ഓർ ടെമ്പറേച്ചർ ഏതെങ്കിലും ഒരു വാല്യൂ നമുക്ക് അറിയാമായിരുന്നെങ്കിൽ നമുക്ക് ഈക്വേഷൻ യൂസ് ചെയ്യാമായിരുന്നു. T2/T1 = P2/P1 Γ - 1/Γ എന്ന ഐസെൻട്രോപിക് പ്രോസസ്സിൻ്റെ റിലേഷൻ യൂസ് ചെയ്ത് നമുക്ക് സെക്കൻഡ് പോയിന്റ് T2 അല്ലെങ്കിൽ P2 എന്നുള്ളത് കണ്ടുപിടിക്കാൻ പറ്റുമായിരുന്നു. പക്ഷേ ഇവിടെ ബോത്ത് P2 ആൻഡ് T2 രണ്ട് ടേംസും തന്നിട്ടില്ല. T1 ആൻഡ് P1 രണ്ട് ടേംസ് അവൈലബിൾ ആണ്, പക്ഷേ T2 ആൻഡ് P2 രണ്ട് ടേംസ് തന്നിട്ടില്ല. സോ പിന്നെ എങ്ങനെ നമുക്ക് ഈ രണ്ടാമത്തെ പോയിന്റ് കണ്ടുപിടിക്കാം? അതിന് വേണ്ടിയിട്ടാണ് ക്വസ്റ്റ്യനിൽ മാക് നമ്പറിൻ്റെ ഒരു വാല്യൂ പറഞ്ഞിട്ടുണ്ട്. മാക് നമ്പർ ഓഫ് 1.3 എന്ന് പറഞ്ഞിട്ടുണ്ട്. ഓക്കെ, അപ്പോൾ നമുക്കറിയാം സ്റ്റാഗ്നേഷൻ ടു സ്റ്റാറ്റിക് ടെമ്പറേച്ചർ റിലേഷൻഷിപ്പ് ഫോർ ആൻ ഐസെൻട്രോപിക് പ്രോസസ്സിൻ്റെ കേസിൽ ഇങ്ങനെയാണ് വരുന്നത്. T2/T1 = 1 + Γ - 1/2 × m². ഇങ്ങനൊരു റിലേഷൻ ഉണ്ട്. നമുക്ക് സ്റ്റാഗ്നേഷൻ ടു സ്റ്റാറ്റിക് ടെമ്പറേച്ചറിൻ്റെ കേസിൽ മാക് നമ്പർ യൂസ് ചെയ്തിട്ട് ഡിറൈവ് ചെയ്യുന്നൊരു ഇക്വേഷനാണിത് ഫോർ ഐസെൻട്രോപിക് ഫ്ലോയുടെ കേസിൽ. സോ ഈ ഇക്വേഷനിൽ നമുക്ക് അൺനോൺ ആയിട്ട് ഒറ്റ വേരിയബിളേ ഉള്ളൂ, T2 മാത്രമേ ഉള്ളൂ. T2 = T1ൻ്റെ വാല്യൂ ക്വസ്റ്റ്യനിൽ ഗിവൺ ആണ്. T1 എത്ര പറഞ്ഞേക്കുന്നത്? -10 ഡിഗ്രി സെൽഷ്യസ്, അതായത് 263 കെൽവിൻ വരും. ദെൻ T1 പകരം 263 വരും. ദ ഹോൾ ഇൻറ്റു 1 പ്ലസ് ഗാമയുടെ വാല്യൂ തന്നിട്ടുണ്ട് 1.4 ആണ്. സോ 0.4/2 Γ - 1 ആകുമ്പോഴത്തേക്കും 0.4 ആകും. ദെൻ എമ്മിൻ്റെ വാല്യൂ 1.3 പറഞ്ഞിട്ടുണ്ട്. സോ അതിൻ്റെ സ്ക്വയർ 1.3 സ്ക്വയർ. ഓക്കെ, സോൾവ് വരുമ്പോഴത്തേക്കും വി വിൽ ഗെറ്റ് ദ വാല്യൂ ഓഫ് T2 as 351.9 കെൽവിൻ എന്ന് വരും T2ൻ്റെ വാല്യൂ. ഓക്കെ, സോ വി ഗോട്ട് T1, P1 ആൻഡ് T2. ഇത്രയും കിട്ടിക്കഴിഞ്ഞാൽ നമുക്ക് നേരത്തെ ഉള്ള ഐസെൻട്രോപിക് പ്രോസസ്സിൻ്റെ റിലേഷൻ വെച്ച് തന്നെ നമുക്ക് P2ൻ്റെ വാല്യൂ കണ്ടുപിടിക്കാൻ പറ്റും. ഏത് റിലേഷൻ? T2/T1 = P2/P1 whole raised to Γ - 1/Γ. അപ്പോൾ ഇത് സോൾവ് ചെയ്യുമ്പോഴത്തേക്കും we will get the value of P2 = 1.3 ബാർ എന്ന് വരും. ഓക്കെ, 1.39 സംതിങ് വരും. 1.3 ബാർ എന്ന് വരും. ദെൻ അടുത്ത സ്റ്റെപ്പിലാണ് നമുക്ക് എഫിഷ്യൻസി ഓഫ് റാമിംഗ് പ്രോസസ് എന്നുള്ള കാര്യം കൺസിഡർ ചെയ്യേണ്ടത്. ഇത് നമ്മളിപ്പോൾ എടുത്തേക്കുന്നത് ഒരു ഐസെൻട്രോപിക് പ്രോസസ്സിൻ്റെ കേസിലാണ്. പക്ഷേ ക്വസ്റ്റ്യനിൽ അതിനൊരു എഫിഷ്യൻസിയുടെ ടൈം പറയുന്നുണ്ട്. അതായത് കംപ്ലീറ്റ്ലി ഐഡിയൽ ആയിട്ടുള്ള ഐസെൻട്രോപിക് പ്രോസസ് ആയിരിക്കില്ല അവിടെ നടക്കുന്നത്. ദെയർ വിൽ ബി ഡീവിയേഷൻസ്. സോ റാമിംഗ് പ്രോസസ്സിൻ്റെ എഫിഷ്യൻസി കുറയുക എന്ന് പറയുമ്പോഴത്തേക്കും നമ്മൾ ഉദ്ദേശിക്കുന്ന ഈ P2 എന്ന പ്രഷർ കണ്ടീഷൻ അവിടെ അച്ചീവ് ചെയ്യാൻ പറ്റില്ല. ഓക്കെ, അതായത് P2 എന്ന് പറയുന്ന പ്രഷർ കണ്ടീഷൻ നമുക്കവിടെ അച്ചീവ് ചെയ്യാൻ പറ്റില്ല. സോ അത് കണ്ടുപിടിക്കാനായിട്ട് നമുക്ക് എഫിഷ്യൻസിയുടെ ഇക്വേഷൻ എഴുതാം. എഫിഷ്യൻസി ഓഫ് റാമിംഗ് ക്വസ്റ്റ്യനിൽ പറഞ്ഞിരിക്കുന്നത്
90% എന്നാണ്. ദാറ്റ് മീൻസ് 0.9. ദെൻ എഫിഷ്യൻസി ഓഫ് റാമിങ് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്കതിന് അതിൻ്റെ ടെമ്പറേച്ചർ റിലേഷനുമായിട്ടോ അല്ലെങ്കിൽ പ്രഷറിൻ്റെ റിലേഷനുമായിട്ടോ ഇങ്ങനെ മാർക്ക് ചെയ്യാം. അതിന് മുമ്പ് ഇവിടെ T2 2 എന്ന് പറഞ്ഞൊരു പോയിൻ്റ് ഉണ്ട്. അപ്പം ഇത് പ്രോപ്പറായിട്ടുള്ള ഐസെൻട്രോപ്പിക് അല്ലാത്തൊരു പ്രോസസ് വരുമ്പോഴത്തേക്കും ഒരു ഡീവിയേറ്റ് ചെയ്ത് 2' ഒരു സെക്കൻഡ് പോയിൻറ്റും കൂടെ എവിടെയെങ്കിലും കാണും. സോ ഞാൻ ജസ്റ്റ് ഒന്ന് വേഗമായിട്ട് മാർക്ക് ചെയ്ത് വയ്ക്കുന്നു. സോ എഫിഷ്യൻസി ഓഫ് റാമിങ് 0.9 വിൽ ബി ഈക്വൽ ടു ഐസെൻട്രോപ്പിക് അല്ലാതെ വന്നപ്പോൾ കിട്ടിയിരിക്കുന്ന പ്രഷർ ഡ്രോപ്പ് അല്ലെങ്കിൽ ടെമ്പറേച്ചർ ടേംസിലാണെങ്കിൽ നമുക്ക് എഴുതാം T2'/T1 എന്ന ടേംസിൽ എഴുതാം, അല്ലെങ്കിൽ P2' മൈനസ് P1 ഡിവൈഡഡ് ബൈ ഐസെൻട്രോപ്പിക് ആയിരുന്നുവെങ്കിൽ എത്ര വന്നേനെ ആ ഒരു ഡിഫറൻസ്, മീൻസ് P2 മൈനസ് P1 എന്ന് വന്നേനെ. നമുക്ക് ഇതിന് പകരം വേണമെങ്കിൽ ടെമ്പറേച്ചർ റിലേഷൻസ് യൂസ് ചെയ്യാം. പക്ഷേ നമുക്കിവിടെ ടെമ്പറേച്ചറിലെ കണ്ടുപിടിക്കാനുള്ള ക്വാണ്ടിറ്റി പ്രഷർ ആയതുകൊണ്ടാണ് നമ്മൾ പ്രഷർ റിലേഷൻ യൂസ് ചെയ്യുന്നത്. കാരണം ഇതിങ്ങനെ ഡീവിയേറ്റ് ചെയ്യുമ്പോഴത്തേക്കും, അതായത് റാമിങ് പ്രോസസ്സ് അത്രയും എഫക്റ്റീവ് അല്ല, 100% എഫക്റ്റീവ് അല്ല എന്ന് വരുമ്പോഴത്തേക്കും എന്താ സംഭവിക്കുന്നത്? റാമിങ്ങിന് ശേഷം ഉണ്ടാകേണ്ട പ്രഷർ എത്രയായിരുന്നോ അത്രയും പ്രഷർ അച്ചീവ് ചെയ്യില്ല, അല്ലേ? അതായത് നമ്മൾ ഈ പറഞ്ഞ റാമിങ് എന്ന് പറഞ്ഞ പ്രഷർ ലൈനേക്കാളും, ഇത് ഐഡിയൽ റാമിങ് പ്രഷർ ലൈനേക്കാളും താഴോട്ടുള്ള ഒരു പ്രഷർ ലൈനായിരിക്കും നമ്മുടെ ആക്ച്വൽ റാമിങ് പ്രഷർ ലൈൻ എന്ന് പറയുന്നത്. ഇത് രണ്ടും സെയിം ടെമ്പറേച്ചറിൽ തന്നെയായിരിക്കും, പ്രഷറിലായിരിക്കും ആ ഒരു ചേഞ്ച് വരുന്നത്. ഓക്കെ, സോ അത് കണ്ടുപിടിക്കാൻ വേണ്ടിയാണ് നമ്മൾ പ്രഷറിൻ്റെ ടേംസിൽ കണ്ടുപിടിക്കുന്നത്. ഇത് സോൾവ് ചെയ്യുമ്പോഴത്തേക്ക് ഇതിനകത്ത് നമുക്ക് P1ൻ്റെ വാല്യൂ നമുക്കറിയാം 0.5. ദെൻ റാമിങ്ങിന് ശേഷമുള്ള പ്രഷർ നമ്മളിവിടെ കണ്ടുപിടിച്ചിരുന്നു 1.39 ബാർ. സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കഴിയുമ്പോഴത്തേക്കും വി വിൽ ഗെറ്റ് ദ വാല്യൂ ഓഫ് P2' ഇസ് ഈക്വൽ ടു 1.29 ബാർ എന്ന് വരും. ഓക്കെ, നമ്മുടെ P2ൻ്റെ വാല്യൂ 1.39 ബാർ ആയിരുന്നു. അതിന് താഴോട്ട് വേറൊരു പ്രഷർ ലൈൻ 1.29 ബാറിൻ്റെ പ്രഷർ ലൈൻ ആയിരിക്കും നമുക്ക് കിട്ടുന്നത്. സോ ദിസ് വിൽ ബി ദി ആക്ച്വൽ റാമിങ് പ്രോസസ്സ്. ദെൻ ഇവിടെ നിന്നിട്ടാണ് അടുത്ത നമ്മുടെ മെയിൻ കംപ്രസറിലേക്കുള്ള പ്രോസസ്സ് വരുന്നത്. അവിടെയും ഐസെൻട്രോപ്പിക്കും ഉണ്ട്, ആക്ച്വൽ പ്രോസസ്സും ഉണ്ട്. ക്ലിയർ? ദെൻ ബാക്കിയുള്ള സ്റ്റെപ്സ് നമ്മൾ നേരത്തെ ചെയ്ത പോലെ തന്നെയാണ്. കാരണം അടുത്തത് 2' to 3 വരെയുള്ള, അല്ലെങ്കിൽ 2' to 3' വരെയുള്ള ഐസെൻട്രോപ്പിക് പ്രോസസ്സ് എടുക്കണം. ദെൻ അവിടെ നമുക്ക് അറിയാവുന്ന റിലേഷൻസ് യൂസ് ചെയ്യണം. ഏതാണ്? T3/T2'. ഐസെൻട്രോപ്പിക് പോയിൻ്റ് ആയിട്ടുള്ള T3 എടുക്കുമ്പോഴത്തേക്കും T3/T2' is equal to P3/P2' whole raised to gamma minus 1/gamma. ഇതിൽ P3 എന്ന് പറഞ്ഞാൽ മെയിൻ കംപ്രസറിൻ്റെ ഔട്ട്ലെറ്റ് പ്രഷറാണ്. നമുക്കറിയാം, ക്വസ്റ്റ്യനിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു. ദാറ്റ് ഈസ് 4 ബാറാണ് പ്രഷർ എന്നുണ്ട്. ദെൻ അൺനോൺ ആയിട്ടുള്ള ഒരേ ഒരു വേരിയബിളേ ഉള്ളൂ, ദാറ്റ്സ് T3. സോ ഇത് സോൾവ് ചെയ്ത് കഴിഞ്ഞാൽ വി ക്യാൻ ഫൈൻഡ് ദ വാല്യൂ ഓഫ് T3 is equal to 485.56 കെൽവിൻ എന്ന് കിട്ടും. ഈ ഇക്വേഷൻ സോൾവ് ചെയ്യുമ്പോഴത്തേക്കും T3യുടെ വാല്യൂ. ദെൻ അഗെയിൻ കംപ്രസറിൻ്റെയും എഫിഷ്യൻസി പറഞ്ഞിട്ടുണ്ട്. സോ കംപ്രസറിൻ്റെ ഐസെൻട്രോപ്പിക് എഫിഷ്യൻസി പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മൾ ഏത് ഇക്വേഷൻ യൂസ് ചെയ്യുന്നത്? കംപ്രസറിൻ്റെ കേസിലാണെങ്കിൽ എഫിഷ്യൻസി ഓഫ് C1 എന്ന് പറയുന്നത് T3 മൈനസ് T2' ഡിവൈഡഡ് ബൈ T3' മൈനസ് T2'. ഐസെൻട്രോപ്പിക് ഡ്രോപ്പ് ഇൻ പ്രഷർ ഐസെൻട്രോപ്പിക് ഡ്രോപ്പ് ഇൻ ടെമ്പറേച്ചർ ഡിവൈഡഡ് ബൈ ആക്ച്വൽ ഡ്രോപ്പ് ഇൻ ടെമ്പറേച്ചർ എന്ന രീതിയിൽ. സോ ഇവിടെ നമുക്ക് എഫിഷ്യൻസി ഓഫ് C1ൻ്റെ വാല്യൂ പറഞ്ഞിട്ടുണ്ടായിരുന്നു. കംപ്രസർ എഫിഷ്യൻസി വാസ് മെയിൻ കംപ്രസർ എഫിഷ്യൻസി 90% എന്നാണ് പറഞ്ഞിരിക്കുന്നത്. സോ 0.9. സോ ഇവിടെയും നമുക്ക് സോൾവ് ചെയ്ത് കഴിഞ്ഞാൽ അടുത്ത T3' എന്ന് പറയുന്ന പോയിന്റ് കിട്ടും. T3 ഇവിടെ ഉണ്ട്, T2' നമ്മൾ നേരത്തെ കണ്ടുപിടിച്ചിട്ടുണ്ട്. അൺനോൺ വേരിയബിൾ എന്ന് വെച്ചാൽ T3' മാത്രമാണ്. സോൾവ് ചെയ്ത് വി ക്യാൻ ഫൈൻഡ് ദ വാല്യൂ ഓഫ് T3' ഇസ് ഈക്വൽ ടു 500 കെൽവിൻ എന്ന് വരും, 500.4 കെൽവിൻ എന്ന് വരും. ദെൻ അടുത്ത സ്റ്റെപ്പിലാണ് നമ്മൾ നേരത്തെ കേട്ടിട്ടില്ലാത്ത ഒരു ടേം വരുന്നത്, എഫക്റ്റീവ്നെസ് ഓഫ് ഹീറ്റ് എക്സ്ചേഞ്ചർ. നേരത്തെ പ്രോബ്ലത്തിൽ നമ്മൾ ഹീറ്റ് എക്സ്ചേഞ്ചറിൽ എത്രത്തോളം എൻതാൽപ്പിയാണ് റിമൂവ് ചെയ്തത് എന്ന ടേംസിലാണ് പറഞ്ഞത്. ഇവിടെ അതിന് പകരം എഫക്റ്റീവ്നെസ് ഓഫ് ഹീറ്റ് എക്സ്ചേഞ്ചർ എന്ന ടേമിലാണ് പറയുന്നത്. നമ്മൾ മുമ്പ് എഴുതിയായിരുന്നു പാരാമീറ്റേഴ്സ് ഫോർ സോൾവിങ് എയർക്രാഫ്റ്റിൻ്റെ ആ ഒരു ഡിഫറെൻറ്റ് പാരാമീറ്റേഴ്സ് എഴുതിയായിരുന്നു. എഫക്റ്റീവ്നെസ്
of a heat exchanger is equal to the actual temperature drop divided by maximum possible temperature drop. ഇങ്ങനത്തെ ഇക്വേഷൻ നമ്മൾ എഴുതിയിരുന്നു. ഓക്കെ, സോ ഇവിടെ വരുമ്പോഴത്തേക്കും 3 തൊട്ട് 4 വരെയാണ് ആ ഒരു ഹീറ്റ് എക്സ്ചേഞ്ച് പ്രോസസ്സ് നടക്കാനുള്ളത്. സോ ഇവിടെ വരുന്ന ആക്ച്വൽ ഡ്രോപ്പ് എന്ന് പറഞ്ഞാൽ T3 മൈനസ് T4 എന്നാണ്. T3 മൈനസ് T4 എന്നാണ് ഡിവൈഡഡ് ബൈ മാക്സിമം എത്ര വരെ പറ്റുമായിരുന്നു? T3 മൈനസ് നമ്മളിത് കൂൾ ചെയ്യാൻ വേണ്ടി യൂസ് ചെയ്യുന്ന എയർ റാമിങ് എയർ ആണ്. റാം എയർ എന്ന് പറയുമ്പോഴത്തേക്ക് അതിൻ്റെ കണ്ടീഷൻ അറ്റ് 2 ആയിരുന്നു അല്ലേ. 2 എന്ന് പറയുന്ന കണ്ടീഷൻ അല്ലെങ്കിൽ ആ ടെമ്പറേച്ചറിലിരിക്കുന്ന റാം എയർ യൂസ് ചെയ്തിട്ടാണ് നമ്മൾ ആ ഹീറ്റ് എക്സ്ചേഞ്ചർ റൺ ചെയ്യുന്നത്. സോ അതിൻ്റെ മാക്സിമം പോസിബിൾ ടെമ്പറേച്ചർ ഡ്രോപ്പ് എന്ന് പറയുന്നത് T3 മൈനസ് T2 എന്ന് വരും. ഓക്കെ, സോ ഇത് സോൾവ് ചെയ്യുമ്പോഴത്തേക്കും വി ക്യാൻ ഫൈൻഡ് ദ വാല്യൂ ഓഫ് T4. T4ൻ്റെ വാല്യൂ വി വിൽ ഗെറ്റ് അസ് 441 കെൽവിൻ എന്ന് കിട്ടും. ഓക്കെ, ദെൻ ബാക്കി നമ്മൾ നേരത്തെ ചെയ്തിട്ടുള്ള അതേ സ്റ്റെപ്സ് തന്നെയാണ്. അടുത്ത സെക്കൻഡറി കംപ്രസർ ഐസെൻട്രോപിക് പ്രോസസ്സിൻ്റെ ഇക്വേഷൻ എഴുതണം. ദെൻ കംപ്രസർ കംപ്രസർ എഫിഷ്യൻസി വെച്ചിട്ട് ഐസെൻട്രോപിക് അല്ലാത്ത പോയിൻ്റ് വാല്യൂ കണ്ടുപിടിക്കണം. ദെൻ അടുത്തത് ഹീറ്റ് എക്സ്ചേഞ്ചർ ഉണ്ട്. ഹീറ്റ് എക്സ്ചേഞ്ചറിൻ്റെ എഫക്റ്റീവ്നെസ് വാല്യൂ തന്നിട്ടുണ്ട്, E2ൻ്റെ വാല്യൂ ഉണ്ട്. അത് വെച്ച് രണ്ടാമത്തെ പോയിൻ്റ് കണ്ടുപിടിക്കണം. ഓക്കെ, ബാക്കി ഞാൻ സ്റ്റെപ്സ് ഔട്ട് ചെയ്തേക്കാം. അപ്പോൾ ഇങ്ങനെയാണ് ബാക്കി ഓരോ വാല്യൂസ് ആയിട്ട് വരുന്നത്. അതായത് നമ്മളിപ്പം എഫക്റ്റീവ്നെസ് T4 വരെ കണ്ടുപിടിച്ചു. ദെൻ അടുത്തത് 4 to 5 വരെയുള്ള പ്രോസസ്സ്, അവിടെ നമുക്ക് ഐസെൻട്രോപിക് 4 to 5 വരെയുള്ള പ്രോസസ്സ് ഐസെൻട്രോപിക് കംപ്രഷൻ്റെ ഇക്വേഷൻ യൂസ് ചെയ്യാം. അതിനുശേഷം കംപ്രസറിൻ്റെ എഫിഷ്യൻസി വെച്ചിട്ട് 5 എന്നുള്ള പോയിൻ്റ് കിട്ടും. ദെൻ 5 to 6 എന്ന് പറയുന്നത് ഹീറ്റ് എക്സ്ചേഞ്ചർ ആണ്. സോ എഫക്റ്റീവ്നെസ് ഓഫ് ഹീറ്റ് എക്സ്ചേഞ്ചർ ഇക്വേഷൻ വെച്ച് നമുക്ക് 6 എന്ന് പറയുന്ന പോയിൻ്റ് കണ്ടുപിടിക്കാൻ പറ്റും. ഓക്കെ, ഈ 6 എന്ന് പറയുന്ന പോയിൻറ്റും കൂടെ നമുക്ക് എഫക്റ്റീവ്നെസ് ഓഫ് ഹീറ്റ് എക്സ്ചേഞ്ചർ കണ്ടുപിടിക്കാൻ പറ്റും. ദെൻ ഇത് കഴിഞ്ഞിട്ടാണ് നമ്മുടെ ഇവാപ്പറേറ്റീവ് ഹീറ്റ് എക്സ്ചേഞ്ചർ വരുന്നത്. സോ ഇവാപ്പറേറ്റീവ് ഹീറ്റ് എക്സ്ചേഞ്ചർ കഴിയുമ്പോൾ ഉള്ള ടെമ്പറേച്ചർ, അതായത് 7 എന്ന് പറയുന്ന പോയിൻറ്റിലെ ടെമ്പറേച്ചർ 100 ഡിഗ്രി സെൽഷ്യസ് ആണെന്ന് ക്വസ്റ്റ്യനിൽ തന്നിട്ടുണ്ട്. സോ അത് യൂസ് ചെയ്ത് ക്യാൻ റൈറ്റ് T7 is equal to 373 കെൽവിൻ എഴുതാൻ പറ്റും. ദെൻ അടുത്ത സ്റ്റെപ്പിൽ 7ൽ നിന്ന് താഴേക്ക് ക്യാബിൻ പ്രഷറിലേക്കുള്ള എക്സ്പാൻഷൻ പ്രോസസ്സാണ്. ഐസെൻട്രോപിക് ആയിട്ടുള്ള പോയിൻ്റ് 8ഉം അല്ലാത്തത് 8 ഉണ്ട്. സോ വീണ്ടും നമുക്ക് ഐസെൻട്രോപിക് പ്രോസസ്സിൻ്റെ ഇക്വേഷൻ യൂസ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് 8 എന്ന് പറയുന്ന പോയിൻ്റ് കണ്ടുപിടിക്കാൻ പറ്റും ഇല്ലേ. അതായത് T8/T7 is equal to P8/P7 the whole raised to gamma minus 1 by gamma എന്ന ഇക്വേഷൻ തന്നെയാണ്. അത് യൂസ് ചെയ്ത് കഴിഞ്ഞാൽ വി ക്യാൻ ഫൈൻഡ് ദ വാല്യൂ ഓഫ് T8 is equal to 235.5 കെൽവിൻ എന്ന് കിട്ടും. ഓക്കെ, ദെൻ അത് കഴിയുമ്പോഴത്തേക്കും എഫിഷ്യൻസി ഓഫ് കൂളിംഗ് ടർബൈൻ്റെ കേസിലാകുമ്പോഴത്തേക്കും എഫിഷ്യൻസി ഇക്വേഷൻ ഇൻവേഴ്സ് ആയിട്ടാണ് വരുന്നത്. എഫിഷ്യൻസി ടർബൈൻ്റെ കേസിൽ വരുമ്പോഴത്തേക്കും അങ്ങനെ വരും ഐസെൻട്രോപിക് ഡ്രോപ്പ് ഡിവൈഡഡ് ബൈ ആക്ച്വൽ ഡ്രോപ്പ് എന്ന രീതിയിലായിട്ട് മാറും അല്ലേ. നമ്മൾ കംപ്രസറിൽ എങ്ങനെയാണ് എടുത്തിരുന്നത് അതിൻ്റെ നേരെ ഇൻവേഴ്സ് ആയിട്ടായിരിക്കും അവിടെ വരുന്നത്. സോ ടർബൈൻ്റെ എഫിഷ്യൻസി 80% എന്ന് പറഞ്ഞിട്ടുണ്ട്, അതായത് 0.8 which is equal to T7 minus T8 divided by ആക്ച്വൽ പ്രോസസ്സായ T7 minus T8 divided by T7 minus T8 ഐസെൻട്രോപിക് പ്രോസസ്സ് വരും. ഡിനോമിനേറ്ററിൽ ഹയർ വാല്യൂ വരുന്ന രീതിയിൽ. സോ T7 minus T8 എന്ന് വരും. സോൾവ് ചെയ്ത് വരുമ്പോഴത്തേക്കും വി ക്യാൻ ഫൈൻഡ് ദ വാല്യൂ ഓഫ് ഇവിടെ T8 ഉണ്ട്, T8 കിട്ടും. T8 is equal to 262.87 കെൽവിൻ എന്ന് കിട്ടും. ഓക്കെ, ഇത്ര ആയപ്പോഴത്തേക്കും നമുക്ക് ആ എല്ലാ പോയിൻറ്റ്സിലെ ടെമ്പറേച്ചർ ആൻഡ് പ്രഷർ വാല്യൂസ് കിട്ടി. ദെൻ ബാക്കി വളരെ സിമ്പിളാണ്. അടുത്ത ഇനി കണ്ടുപിടിക്കാനുള്ളത് മാസ് ഫ്ലോ റേറ്റ് കണ്ടുപിടിക്കണം. മാസ് ഫ്ലോ റേറ്റ് കണ്ടുപിടിക്കാൻ നമ്മൾ നേരത്തെ ഇക്വേഷൻ യൂസ് ചെയ്തിരുന്നു. മാസ് ഫ്ലോ റേറ്റ് ഈസ് ഈക്വൽ ടു ടൺസ് ഓഫ് റെഫ്രിജറേഷൻ ഇൻറ്റു നമ്മൾ സ്യൂട്ടബിളായിട്ട് കൺവേർട്ട് ചെയ്യാൻ ആഗ്രഹിക്കുന്നത് ഏത് യൂണിറ്റിലാണോ. നമ്മൾ കഴിഞ്ഞ എക്സാമ്പിളിൽ പെർ അവറിൽ കൺവേർട്ട് ചെയ്യുന്നത് ഞാൻ 14,000 ഇക്വേഷൻ യൂസ് ചെയ്തു. ഇവിടെ ഞാൻ മിനിറ്റിൽ കൺവേർട്ട് ചെയ്യാനായിട്ട് 2 ടൺ ഇക്വേഷനാണ് യൂസ് ചെയ്യുന്നത്. ഓക്കെ, ദെൻ ടൺസ് ഓഫ് റെഫ്രിജറേഷൻ പറഞ്ഞിരുന്നത് 20 ടൺസ് ഓഫ് റെഫ്രിജറൻറ്റിൻ്റെ റെഫ്രിജറേഷൻ കപ്പാസിറ്റി ഉള്ളതാണ് യൂസ് ചെയ്യുന്നത് പറഞ്ഞിരുന്നു. സോ 20 TR × 210. ദെൻ ഡിനോമിനേറ്ററിൽ ഇവിടെ ശരിക്കും എത്രത്തോളം റെഫ്രിജറേഷൻ എഫക്റ്റാണ് ക്രിയേറ്റ് ആയിട്ടുള്ളത് നമ്മൾ എങ്ങനെ കണ്ടുപിടിക്കാറുള്ളത്? റൈറ്റ് ദാറ്റ് ഫ്രം ദി ക്യാബിൻ ടെമ്പറേച്ചർ മൈനസ് സപ്ലൈ ടെമ്പറേച്ചർ. ഇവിടെ ഞാനിപ്പോൾ ഒരു പോയിൻ്റ് ഡിഫൈൻ ചെയ്യുന്നു. 9 എന്നൊരു പോയിൻ്റ് ഡിഫൈൻ ചെയ്യുവാണെങ്കിൽ ഇതായിരിക്കും
ക്യാബിനിലെ ടെമ്പറേച്ചർ എത്രയാണെന്ന് ക്വസ്റ്റ്യനിൽ പറഞ്ഞിട്ടുണ്ട്. 25 ഡിഗ്രി സെൽഷ്യസ്. 25 ഡിഗ്രി സെൽഷ്യസ് എന്ന് പറയുമ്പോഴത്തേക്കും 25 + 273 298 കെൽവിൻ എന്ന് വരും. ദെൻ 8' ആയിരുന്നു നമ്മുടെ സപ്ലൈ ടെമ്പറേച്ചർ. ഇത്രയും പോർഷനിലേക്കുള്ള ഹീറ്റ് അബ്സോർപ്ഷനാണ് അവിടെ ആക്ച്വലായിട്ട് നടക്കുന്നത് അല്ലേ. സോ ഇവിടെ 298 മൈനസ് T8' വാല്യൂ 262.87 എന്ന് വരും. സോ അത് സോൾവ് ചെയ്യുമ്പോഴത്തേക്കും മാസ് ഫ്ലോ റേറ്റ് നമുക്ക് 119.5 കിലോഗ്രാം പെർ മിനിറ്റിൽ കിട്ടും. ഓക്കെ. ദെൻ അടുത്ത സ്റ്റെപ്പിൽ നമുക്ക് കണ്ടുപിടിക്കാനുള്ളത് പവറിൻ്റെ വാല്യൂ. പവർ എന്ന് പറയുന്നത് മെയിൻ കംപ്രസർ മാത്രമേ ഡ്രോ ചെയ്യുന്നുള്ളൂ. സെക്കൻഡറി കംപ്രസർ റൺ ചെയ്യുന്നത് കൂളിംഗ് ടർബൈൻ്റെ ഔട്ട്പുട്ട് പവർ വെച്ചിട്ടാണ്. സോ മെയിൻ കംപ്രസറിൻ്റെ പവർ കണ്ടുപിടിക്കാനായിട്ട് നമുക്ക് ഏതൊക്കെ പോയിൻറ്റ്സിൻ്റെ ഇടയിലുള്ള ടെമ്പറേച്ചറിൻ്റെ ഗ്യാപ്പ് എടുക്കാവുള്ളൂ? മെയിൻ കംപ്രസർ 3' ആൻഡ് 2', അതായത് T3' മൈനസ് T2', MCP T3' മൈനസ് T2' എന്ന് പറയുന്ന ഇക്വേഷൻ ആയിരിക്കും നമ്മുടെ പവറിൻ്റെ ഇക്വേഷൻ. സോ അത് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കഴിഞ്ഞാൽ പവർ ഇസ് ഈക്വൽ ടു മാസ് ഫ്ലോ റേറ്റ് ഉണ്ട്, CP വാല്യൂ 1 ആണ് എടുക്കാൻ പറഞ്ഞിരിക്കുന്ന ക്വസ്റ്റ്യനിൽ, ഇൻറ്റു 3' മൈനസ് 2'ൻ്റെ ടെമ്പറേച്ചർ വാല്യൂസ്. സോൾവ് ചെയ്യുമ്പോഴത്തേക്കും നമുക്ക് 500.4 മൈനസ് 351 എന്ന് വരും. സോൾവ് ചെയ്യുമ്പോഴത്തേക്ക് ലാസ്റ്റ് പവറിൻ്റെ വാല്യൂ വിൽ ഗെറ്റ് ദാറ്റ് as 1775 കിലോ ജൂൾസ് പെർ മിനിറ്റ് എന്ന് കിട്ടും. ഓക്കെ. നമുക്ക് സ്യൂട്ടബിൾ ആയിട്ടുള്ള കിലോ വാട്ട്സിലോട്ട് കൺവേർട്ട് ചെയ്താൽ ഇറ്റ് വിൽ ബി 296 കിലോ വാട്ട്സ് എന്ന് വരും. ഓക്കെ. സോ ഇതാണ് ആ സെക്കൻഡ് പ്രോബ്ലം. ഡീറ്റെയിൽ ആയിട്ടുള്ള സ്റ്റെപ്പ് ലാസ്റ്റ് പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട്.